ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ ജീവിതം, ഓട്ടവും പോരാട്ടവും. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സഭയിൽ നമ്മൾ പഠിച്ചതായ കാര്യങ്ങളുണ്ട്. ഭവനത്തിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതായ കാര്യങ്ങളുണ്ട്. വളരെ വെയ്ഗായിട്ടുള്ള, വളരെ വിശാലമായിട്ടും അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്ത് ഇതിനകത്തൊരു പ്രോബ്ലം, ഇതെല്ലാം വളരെ വെയ്ഗായിട്ട് കിടക്കുകയാണ്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, വളരെ അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ക്രിസ്തീയ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ വേണ്ടിയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ഞാനൊരു യുവജന സമ്മേളനത്തിന് ഒരു പ്രാവശ്യം പങ്കെടുത്തപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ പങ്കെടുത്തതായ ആ മീറ്റിംഗ്, നല്ല പാട്ടും നല്ല എല്ലാ അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സും എല്ലാം ഉള്ള ഒരു നല്ല മീറ്റിംഗ്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ അന്ന് അവിടെ പ്രസംഗിക്കാൻ തോന്നിയത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിൻ്റെ സംഘാടകൻ പറഞ്ഞു, ബ്രദറെ, ഇവരെല്ലാം നല്ല പിള്ളേരാണ്, അതുകൊണ്ട് ഇവരോട് ഇതൊന്നും പ്രസംഗിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവർ നല്ല പിള്ളേരാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങളുടെ പിള്ളേരല്ലേ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇവർ നല്ലൊരു ശതമാനവും വീണ്ടും ജനിച്ച പിള്ളേരൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇനി അങ്ങനൊരു സന്ദേശം പറഞ്ഞാലും കുറച്ചുകൂടെ തമാശയൊക്കെ കലർത്തി അവർക്ക് രസിക്കുന്ന രീതിയിലല്ലയോ പറയേണ്ടത്. ബ്രദർ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദർ ആർ സം മെസ്സേജസ് ദാറ്റ് യു കനോട്ട് പ്ലേ മ്യൂസിക് വിത്ത്. പാട്ട് പാടിക്കൊണ്ട് പറയാൻ വയ്യാത്ത ചില സന്ദേശങ്ങളെങ്കിലും ലോകത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. ഒരുത്തനെ പാമ്പ് കടിക്കാൻ വരുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് ഞാൻ പോയി വയലിനോ ഗിറ്റാറോ ഒക്കെ എടുത്ത് പാമ്പ് വരുന്നു എന്ന് പറഞ്ഞൊരു ലിറിക്സൊക്കെ എഴുതി മ്യൂസിക് ചെയ്ത് എനിക്ക് പാടാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ ഒറ്റ അലറായിരിക്കും, അയ്യോ പാമ്പ് ഓർറ എന്നായിരിക്കും പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് സോ സീരിയസ്. ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഗൗരവമുള്ള കാര്യം ഗൗരവമായിട്ട് പറഞ്ഞാലേ പറ്റൂ. അത് ഗൗരവത്തോടുകൂടെ കേൾക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഗൗരവത്തോടെ ഇതൊന്നും കാണാനായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനല്ല, നമ്മൾ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ അവർക്ക് മനസ്സിലാകണമെങ്കിലും അവർ അനുസരിക്കണമെങ്കിലും അവർ കേൾക്കണമെങ്കിലും കുറേ കൂടെയൊക്കെ തമാശയൊക്കെ കലർത്തി പറയണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഈ വന്നിരിക്കുന്ന പിള്ളേരുടെ കെമിസ്ട്രി ക്ലാസ്സിൽ അവരെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകൻ എത്ര കഥകൾ പറഞ്ഞിട്ടാണ് കെമിസ്ട്രി പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അത് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലയോ, അവർക്ക് അതിനകത്ത് കഥ കയറ്റാൻ പറ്റുമോ? അപ്പോൾ കെമിസ്ട്രി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ നിത്യജീവൻ അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്. വീണ്ടും ജനിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ കഥകൾ പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. കെമിസ്ട്രി പഠിക്കുമ്പോൾ കഥയൊന്നും വേണ്ട. കാര്യം ഈ മാതാപിതാക്കൾ ചിന്തിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം കെമിസ്ട്രി പഠിക്കുന്നതോ സയൻസ് പഠിക്കുന്നതോ ഒക്കെയാണ്, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അതുകൊണ്ടാണ് അവർ നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അവരെന്ന് പറയണ്ട, നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളുടെ മാതാപിതാക്കളിൽ എത്ര പേര്, നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയുടെ തലേദിവസം ഇരുത്തി പഠിപ്പിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. പക്ഷേ സ്കൂളിലെ ഒരു ക്ലാസ് ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ തലേദിവസം രാത്രിയിൽ പിള്ളേരെ ഉറക്കത്തുമില്ല, വഴക്കും പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അരങ്ങേറും. ശരിയല്ലേ ഞാൻ പറയുന്നത്? കാര്യം നമ്മൾ ഇന്ന് ആത്മീയത ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു സന്ദേശം വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ബൈബിളിലെ ഒരു പാസേജിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിത്യതയിലേക്ക് നമുക്ക് അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളെ അറിയുവാനും അറിയിക്കുവാനും പഠിക്കുവാനും സ്വീകരിക്കുവാനും അനുസരിക്കുവാനും അനുഭവിക്കുവാനും ഈ ദിവസത്തെ നമ്മൾ മാറ്റിവെക്കുകയാണ്. എബ്രായ ലേഖനം
12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നവനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങൾ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ സ്വീകരിക്കുന്ന ഏതു മകനെയും അടിക്കുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവല്ലോ. നിങ്ങളുടെ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാദനിരപ്പാക്കുക. മതി. ഇവിടുത്തെ അവസാനത്തെ വാക്യമാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ടും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പുറകിലോട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. വേദപുസ്തകം നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കൺസ്ട്രക്ഷൻ നോക്കുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ 2 വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആകയാൽ, അതുകൊണ്ട്, ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗത്തിന് അതിൻ്റെ മുകളിലത്തെ ഭാഗമായിട്ട് വളരെ ബന്ധമുണ്ടെന്നാണ്. ഇവിടെ പറയുന്ന ഭാഗം, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട്. 1, നിങ്ങളുടെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. സ്ട്രെങ്തൻ യുവർ വീക്ക് നീസ്, ലിഫ്റ്റ് യുവർ ഡ്രൂപ്പിംഗ് ഹാൻഡ്സ്. സ്ട്രെങ്തൻ യുവർ വീക്ക് നീസ്, നിങ്ങളുടെ ബലഹീനമായ കാൽമുട്ടുകളെ സ്ട്രോങ് ആക്കുവിൻ എന്നാണ് പറയുന്നത്. കുറെ കൂടെ ബലപ്പെടുത്തുവിൻ. അപ്പോൾ മുഴങ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് ആകെപ്പാടെ ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്? പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഭാഗം എന്താണ്? കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു വേദഭാഗമാണെന്നാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണെങ്കിലും ഇവിടെ പറയുന്നത് മുഴങ്കാൽ മടക്കുവാനല്ല, മുഴങ്കാൽ നിവർത്തുവാനാണ്. മുഴങ്കാൽ മടക്കാൻ പറഞ്ഞാൽ നമുക്കല്ലേ, നമ്മുടെ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും മുഴങ്കാലുകളെ മടക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് മുഴങ്കാൽ നിവർത്തുവിൻ എന്നാണ്. അതുപോലെ നിങ്ങളുടെ തളർന്ന കൈകളെ നിങ്ങൾ ഉയർത്തുവിൻ. മുഴങ്കാലുകളെ നിവർത്തുവിൻ, തളർന്ന കൈകളെ ഉയർത്തുവിൻ. അപ്പം മുഴങ്കാൽ നിവർത്താൻ പറയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറയുമ്പോൾ അവിടെ പറയുന്നത് ഇത് തളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൈകൾ ഉയർത്താൻ പറയുമ്പോൾ ഒന്നുകൂടെ കൃത്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ വാക്യത്തിന്റെ ആ ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ട്രൂപ്പിംഗ് ഹാൻഡ്സ് എന്നാണ്. ഇങ്ങനെ തളർന്ന് തൂങ്ങിക്കിടക്കുന്നതായ കൈകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉയർത്തണം. അപ്പോൾ നിങ്ങളുടെ കാലുകൾ ശക്തീകരിക്കണം, നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഉയർത്തണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൈകളെയും കാലുകളെയും ഈ രീതിയിൽ നിങ്ങൾ ബലപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്യേണ്ടതെന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഭാഗമാണ് ഇതിനു മുമ്പിലുള്ള ഭാഗം. അതുകൊണ്ടാണ് ആകയാൽ എന്ന് പറയുന്നത്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാലുകളെ ശക്തീകരിക്കുകയും നിങ്ങളുടെ കൈകളെ ഉയർത്തുകയും അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുന്നു. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ തന്നെ
ഒന്നാമത്തെ വാക്യത്തിൽ ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഓട്ടം ഓടേണ്ടത് കൊണ്ടാണ് കാല് നമ്മൾ ശക്തീകരിക്കേണ്ടത്. എന്നിട്ട് താഴെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് പാപത്തോട് പോരാടുന്നതിൽ, 4-ാം വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഒരു പോരാട്ടത്തെക്കുറിച്ചാണ്. ഒരു ഓട്ടത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും വിശദമാക്കിയതിന് ശേഷമാണ് വേദപുസ്തക എഴുത്തുകാരൻ എന്ത് പറയുന്നത്? നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തുവേൻ, നിങ്ങളുടെ കൈകളെ ഉയർത്തുവേൻ. എന്തുകൊണ്ട് കാലുകളെ ബലപ്പെടുത്തണം? നിങ്ങൾക്കൊരു ഓട്ടമുണ്ട്. എന്തുകൊണ്ട് കൈകളെ ബലപ്പെടുത്തണം? നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. തളർന്ന വീക്ക് നീസുള്ള അല്ലെങ്കിൽ കുഴഞ്ഞ മുഴങ്കാലുകളുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓട്ടം ഓടാനായിട്ട് പറ്റത്തില്ല. എൻ്റെ ഇടത് വശത്തെ നീയുടെ ലിഗമെന്റ്സ് ബ്രോക്കണാണ്, എൻ്റെ കാലിൻ്റെ. അപ്പോൾ ആ ലിഗമെന്റ്സ് ബ്രോക്കൺ ആയതുകൊണ്ട് ഞാൻ എവിടെ പോയാലും വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു നടന്നാലേ പറ്റുള്ളൂ. കാര്യം ഞാനിപ്പം ഒരു വെയിറ്റും ഒക്കെ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തോട് നടക്കുന്ന കൂട്ടത്തിൽ കാലൊന്ന് തെറ്റിയാൽ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇതിങ്ങനെ തിരിഞ്ഞു വരും. അങ്ങനെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രോക്കൺ പ്ലേസിൽ നമ്മുടെ ഈ പല്ലൊക്കെ ഈ ചക്രത്തിൻ്റെ ഒരു പല്ല് പൊട്ടിയിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഓടിച്ചാൽ ചിലപ്പോൾ അങ്ങ് ഓടുമായിരിക്കും. പക്ഷേ ശരിക്കും ആ ബെൽറ്റ് ആ പൊട്ടിയ ചക്രത്തിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഷെയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെന്ത് ചെയ്യും? ബെൽറ്റ് അടിച്ചു പോകുന്നത് പോലെ എൻ്റെ കാലിലങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഐ എം വെരി കോഷ്യസ്, വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാലും കൊണ്ട് എനിക്കൊരു വലിയ ഓട്ടമൊന്നും പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ഓടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ബലഹീനമായ മുഴങ്കാലുകളെ ഞാൻ ശക്തീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു പോരാട്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പോരാടുന്നത് കൈകൾ കൊണ്ടാണ്, അല്ലേ? കൈകളില്ലാതെ പോരാടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കൈ കൊണ്ട് ആരെങ്കിലും പോരാടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് ഈസിയാണെന്ന്? അതൊരിക്കലും ഈസിയല്ല. അതുകൊണ്ട് എഴുത്തുകാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്കൊരു ഓട്ടമുള്ളത് കൊണ്ട്, അഥവാ നമ്മളൊരു ഓട്ടക്കളത്തിലായതുകൊണ്ട് നമ്മുടെ കാലുകളെ നമ്മൾ ശക്തീകരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമുക്കൊരു പോരാട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കൈകളെ നമ്മൾ ഉയർത്തേണ്ടിയിരിക്കുന്നു, സ്ട്രെങ്തൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ലിഫ്റ്റ് യുവർ ട്രൂപ്പിംഗ് ഹാൻഡ്സ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൈകൾ കൊണ്ട് പോരാട്ടം നടക്കത്തില്ല. അപ്പോൾ നമ്മളൊരു റേസിലാണ്, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, നമ്മൾ ഒരു പോരാട്ടക്കളത്തിലാണ്. അപ്പോൾ ഓട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഓടുന്നത്, അല്ലാതെ വെറുതെ ആരും ഓടുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നെത്താനായിട്ടാണ് ഓട്ടം. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് പറയാം. പക്ഷേ ഒരു റേസിൽ അങ്ങനെയല്ല, ആണോ? ഒരു ഓട്ടക്കളത്തിൽ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എപ്പോഴും ഓടുന്നത്. പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വരേണ്ടത് ഒരു ശത്രുവിനെ കുറിച്ചാണ്. കാര്യം ഒരു ശത്രു ഇല്ലെങ്കിൽ എന്തില്ല? പോരാട്ടമില്ല. ഓട്ടത്തിൽ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, പോരാട്ടത്തിൽ ഒരു ശത്രുവുണ്ട്. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു ഓട്ടം നമുക്കുള്ളത് കൊണ്ട് നമുക്കൊരു ഒരു ബലമുള്ള കാലുകൾ ആവശ്യമാണ്. ടു റൺ ദ റേസ് വി നീഡ് എ സ്ട്രോങ് നീ, ആൻഡ് ടു ഫൈറ്റ് ദ ബാറ്റിൽ വി നീഡ് സ്ട്രോങ് ഹാൻഡ്സ്. നല്ല ഒരു ഓട്ടം ഓടാനായിട്ട് നമുക്ക് ശക്തിയുള്ള കാലുകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ശക്തിയുള്ള മുഴങ്കാലുകൾ ആവശ്യമുണ്ട്. ഇൻഫാക്ട് ഏറ്റവും പ്രധാനം ഓട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നീ ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം. അതുപോലെ ഒരു പോരാട്ടത്തിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും സ്ട്രോങ് ഹാൻഡ്സ് ആവശ്യമാണ്. ഇത് തന്നെയല്ല, അതിനോട് ചേർന്ന് 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ വായിച്ചല്ലോ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. അല്ലെങ്കിൽ അവിടെ പറയുന്നത് സ്ട്രെയിറ്റ് യുവർ പാത്ത്, നിങ്ങളുടെ പാത നിങ്ങൾ നേരെയാക്കുവിൻ. നിരത്തുവിൻ എന്നുള്ളതിനേക്കാൾ ഉപരി നേരെയാക്കുവിൻ എന്നാണ്. എന്തുകൊണ്ടാണ് നേരെയാക്കണമെന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് ഒരു വഴി നേരെയാക്കേണ്ടി വരുന്നത്? പല റീസൺസ് ഉണ്ട്. എന്നാൽ ഒരു പ്രധാന റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു വഴിയിൽ, അതായത് ഒരു ശത്രു
ശത്രു നമുക്ക് പിന്നാലെയുള്ള ഒരു സാഹചര്യത്തിൽ വഴി നേരെ അല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം, ആ വളവിനൊക്കെ ഒളിച്ചിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് പാത്തില്, ഒരു നേരെയുള്ള വഴിയിൽ ഒരു ശത്രുവിനോ ആർക്കെങ്കിലും ഒളിച്ചിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ആർടിഒ ആണെങ്കിലും വണ്ടി പിടിക്കാൻ നടക്കുന്നത് എവിടെയാ? നേരെയുള്ള വഴിയിലൊന്നുമല്ല. എവിടെങ്കിലും വളവുണ്ടെങ്കിൽ അവിടെ നിന്നാണ്. നമ്മളൊന്നും അറിയാതെ ഇങ്ങോട്ട് വരികയും നേരെ എന്ത് ചെയ്യുന്നു? വളവ് അങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ നേരെ കൈ കാണിക്കുന്നു, ഇല്ലേ? സ്ട്രെയിറ്റ് പാത്തിൽ തന്നെ അവർ നിന്ന് കാര്യങ്ങൾ ചെയ്യാത്തത്. സ്ട്രെയിറ്റ് പാത്തിലാണെങ്കിൽ നമ്മളല്ലേ മിടുക്കന്മാരായ, ഇതിലേക്കൂടെങ്കിലും ഊളിയിട്ട് പോകുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു ഹൈഡിങ് പ്ലേസ് നമ്മളുടെ ശത്രുവിന് കൊടുക്കാതിരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? നമ്മളുടെ വഴികളെ നേരെയാക്കേണ്ടി വരുന്നു. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഠത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഠത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ
സ്വർഗീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം.